നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ഇങ്ങനെ എല്ലാ പാർട്ടികളും പുതുയുഗ യാത്രയും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ തിരക്കിലാണ്. അതിനിടയിൽ RSPയിൽ വീണ്ടും ചെറിയ കലഹങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കൊല്ലം MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കുന്നതാണ് ഇപ്പം വലിയൊരു കലഹത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? അതായത് കൊല്ലം മത്സരിപ്പിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരവിപേരൂർ നിയോജക മണ്ഡലത്തിലും ഇരവിപുരം നിയോജക മണ്ഡലത്തിലാണ് മത്സരിപ്പിക്കാൻ പോകുന്നത്. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അല്ലെ, എന്താണ് പ്രശ്നം ഇപ്പം? നമ്മൾ ഈ പറയുന്ന RSPയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ RSP പിളർന്നതാണ് നേരത്തെ തന്നെ. അതായത് ഈ ഇടതുമുന്നണി എന്ന് പറയുന്നത് 80 മുതൽ തന്നെ 2000 എനിക്ക് തോന്നുന്നു 14 വരെയോ മറ്റോ ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന, അതായത് LDFനൊപ്പം നിന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന RSP എന്ന് പറയുന്നത്. RSPB എന്ന് പറയുന്ന 2 വിഭാഗങ്ങളായി മാറി. അത് ബേബി ജോണിന്റെ ഒരു പാർട്ടി ആവുന്നു. അപ്പോൾ അതാണ് RSPB. അതിന് ബോൾഷെവിക് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് RSP, അത് ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ അങ്ങനെ പോകുന്നു. അത് നേരെ ചെന്നിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് RSP എന്ന് പറയുന്ന പാർട്ടി ഇദ്ദേഹത്തിനൊപ്പമാണ്, പിന്നെ NK പ്രേമേന്ദ്രനൊപ്പമാണ്. ആ പ്രേമേന്ദ്രൻ LDFിൽ തുടരുകയും ചെയ്യുന്നു. അങ്ങനെയാണ് 14 ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ സീറ്റ് നിർണയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് ഇദ്ദേഹത്തിന് തിരിച്ചടി കിട്ടുന്നു. NK പ്രേമേന്ദ്രന് തിരിച്ചടി കിട്ടുന്ന സാഹചര്യത്തിൽ NK പ്രേമേന്ദ്രൻ അന്ന് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഇനി നിൽക്കുന്നില്ല, LDFിന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് NK പ്രേമേന്ദ്രൻ നേരെ UDFിലേക്ക്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് NK പ്രേമേന്ദ്രന് വേണ്ടിയിട്ട് അവിടെ UDFിൽ കരുക്കൾ നീക്കിയത് RSP ബോൾഷെവിക്കിനകത്തുണ്ടായിരുന്ന ഷിബു ബേബി ജോണാണ്. അത് ബേബി ജോണിന്റെ മകൻ. അപ്പോൾ ശരിക്കും അങ്ങനെ ഈ NK പ്രേമേന്ദ്രൻ നേരെ വീണ്ടും ഈ RSPBയും RSPയും കൂടെ അങ്ങ് കൈ കൊടുക്കുകയും ലയിച്ചിട്ട് RSP എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയായി അതിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്ന് വിട്ടിട്ടാണ് കുന്നത്തൂര് ഉണ്ട്, പിന്നെ ആ കുന്നത്തൂർ MLAയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കോവൂർ കുഞ്ഞുമോൻ ഉണ്ടല്ലോ, അപ്പൊ കോവൂർ കുഞ്ഞുമോനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അദ്ദേഹം അപ്പോഴും LDFനൊപ്പം തുടർന്നുകൊണ്ട് RSPL എന്ന് പറയുന്നൊരു പാർട്ടി, ലെനിനിസ്റ്റ് എന്ന മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകുന്നു. അപ്പം ശരിക്കും RSP എന്ന് പറയുന്നത് ആകപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു ദേശീയ പാർട്ടിയൊക്കെ തന്നെയാണ്. കാര്യം ശരിയാണ്, ഒരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് ഇതിന്റെ ഒരു ഫുൾ നെയിം. അപ്പം ഇങ്ങനെയുള്ള ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്കകത്ത് ഇന്ന് വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം. അവര് തന്നെ വീണ്ടും വിഭജിക്കാനുള്ള തീരുമാനത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ UDF എന്ന് പറയുന്നത്, ഇപ്പം എന്തുകൊണ്ടാണ് ഷിബു ബേബി ജോൺ രംഗത്തേക്ക് വരുന്നത്? ചവറയാണ് ശരിക്കും RSP എന്ന് പറയുന്ന ഒന്നിന്റെ കാര്യം. ബേബി ജോൺ ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ ചവറയായി RSPയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഷിബു ബേബി ജോൺ, അതായത് ബേബി ജോണിന്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, UDFനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ RSPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആകെ അവർക്കൊരു പാർലമെന്ററി കാര്യം ഉള്ളതെന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം, NK പ്രേമേന്ദ്രന് മാത്രം, അല്ലാതെ ഒരു MLA ഇല്ല, വേറൊരു MPയും ഇല്ല. ഇതാണ് RSPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ദുരവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ട്. ഇപ്പൊ ഇരവിപേര്, അത് ബാബു ദിവാകരൻ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. 2021 ബാബു ദിവാകരൻ മത്സരിച്ച സീറ്റാണ്. അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ആ ബാബു ദിവാകരന്റെ കയ്യിൽ നിന്നും ഈ സീറ്റ് പിടിച്ചെടുത്തിട്ട് മകൻ കാർത്തിക്കിന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു രീതി. അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നു SM കോളേജിലോ മറ്റോ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ പറയുന്ന പ്രചരണ രംഗത്തേക്ക് സജീവമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രചരണ രംഗത്ത് സജീവമായിക്കൊണ്ടിരുന്ന ഈ കാർത്തിക്കിനെ ഇപ്പോ പിടിച്ചിട്ട് നേരെ ഇരവിപുരത്തേക്ക് മാറ്റി അവിടെ സ്ഥാനാർത്ഥി ആക്കി മാറ്റാനുള്ള തീരുമാനം NK പ്രേമേന്ദ്രൻ എടുത്തു. എന്തുകൊണ്ടാണ് NK പ്രേമേന്ദ്രൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക വെച്ചാൽ, NK പ്രേമേന്ദ്രന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ റൈറ്റ് ഉള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു MP ആണ്, കൊല്ലത്ത് നിന്നുള്ള ലോക്സഭ MP ആണ്. പുള്ളി എടുക്കുന്ന ചില തീരുമാനങ്ങൾ മറ്റൊന്നാണെങ്കിൽ തന്നെയും, അതായത് പ്രസംഗങ്ങളിലൊക്കെ ഒരു മോദി സ്തുതിയൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം ഇപ്പോഴും UDFന്റെ MP തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ ഈ RSP എന്ന് പറയുന്നത് വീണ്ടും അപ്പോഴേക്ക് തന്നെ അവിടെ കുറച്ചധികം സ്പ്ലിറ്റുകൾ ഉണ്ടാവും. കാര്യം ഒരിക്കൽ പോലും ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്കകത്തേക്ക്, അതും റിവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി പോലെയുള്ള RSP പോലെയുള്ള ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്കകത്തേക്ക് എങ്ങനെയാണ് മക്കൾ രാഷ്ട്രീയം കടന്നു വരുന്നത്? അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ വീണ്ടും ഇതിലേക്ക് വരുന്നു. പിന്നെ ഇപ്പൊ നിൽക്കുന്ന NK പ്രേമേന്ദ്രന്റെ മകൻ കടന്നു വരുന്നു. സ്വാഭാവികമായിട്ട് മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണോ RSP എന്ന് പോലൊരു പാർട്ടി കൊണ്ട് നടക്കേണ്ടത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അവിടെയുള്ള താഴേക്കിടയിലുള്ള പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. അതായത് പ്രാദേശിക നേതാക്കന്മാർക്കൂടെ ഉണ്ട്. ഇപ്പൊ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നൗഷാദ്, MS ആനന്ദ് തുടങ്ങിയ പ്രാദേശിക നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാത്ത ഒരു സ്വൈര്യക്കേട് ഉണ്ടായിട്ടുണ്ട്. കാര്യം
ഓരോ പ്രാദേശിക നേതാക്കന്മാർ നേരത്തെ മറ്റു പലരുടെയും കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ മറ്റ് ഈ പ്രാദേശിക നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും ഈ സീറ്റ് മോഹമുണ്ട്. ആകെപ്പാടെ കിട്ടുന്ന വിരലിലെണ്ണാവുന്ന കുറച്ച് സീറ്റുകൾ മാത്രമാണ്. ആ സീറ്റുകളിലായിട്ട് വിജയിക്കാനും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം പിന്നെ RSP ഉള്ളത്. LDFന്റെ കൂടെ നിന്ന സമയത്ത് NK പ്രേമചന്ദ്രൻ മന്ത്രി വരെ ആയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. LDFന്റെ മന്ത്രിയായിരുന്നു. അപ്പം ഇങ്ങനെ തുടങ്ങിയ സാഹചര്യങ്ങൾ ഒരു മന്ത്രിയില്ല, ഒരു MLA ഇല്ല എന്ന് വെച്ചാൽ കേരള നിയമസഭയിൽ RSP എന്ന് പറയുന്ന പാർട്ടിക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ല, ഒരു പ്രാതിനിധ്യവും ഇല്ല. അപ്പൊ ഇത് ഒരു വലിയ ദുരവസ്ഥയാണ്. അപ്പൊ ഇവര് ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പൊ പ്രാദേശിക നേതാക്കന്മാർ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല, മക്കളെ പിടിച്ച് രാഷ്ട്രീയക്കാരാക്കുന്നു, മക്കളെ കൊണ്ടുവന്ന് പിന്നെ സ്ഥാനാർത്ഥികളാക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഞങ്ങൾ ഇതിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടത്? RSP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഞങ്ങൾ എന്തിന് പ്രവർത്തിക്കണം? ഇപ്പം കോവൂർ കുഞ്ഞുമോന് സ്ഥിരം സീറ്റാ പിന്നെ കുന്നത്തൂര്. കോവൂർ കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം അയാൾ RSP അല്ലാണ്, LDFന്റെ കൂടെ നിൽക്കുന്നത്. LDFന്റെ കൂടെ നിൽക്കുന്നുണ്ട്. കുന്നത്തൂര് കോവൂർ കുഞ്ഞുമോൻ അല്ലാതെ വേറെ സ്ഥാനാർത്ഥി ഇല്ല LDFന് അവിടെ. അപ്പൊ സ്ഥിരമായി ഇപ്പോഴും അദ്ദേഹം MLA ആണ്. അപ്പൊ അതിൽ LDFനോടൊപ്പം തുടരുന്നവർക്ക് ഇന്ന് സീറ്റ് കിട്ടുന്നുണ്ട്. ആ സീറ്റ് MLA കൊണ്ട് പോകാനും കഴിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിലവിലിരിക്കുന്നവരെന്താ ചിന്തിക്കുക? ഞങ്ങൾ ഇത് പിളർത്താൻ പോകുന്നു. അത് RSP എന്ന് പറയുന്ന പാർട്ടി രണ്ടായിക്കൊണ്ട് ഈ പിന്നെ മറ്റൊരു ഇപ്പൊ ഏതാവും എന്നുള്ളത് അറിയില്ല, ബോൾഷെവിക്കാവോ വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു വിഭജനം ഇതിനകത്ത് അല്ലെങ്കിൽ പാർട്ടി ഒരു പിളർപ്പിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കും. അതായത് മക്കൾ രാഷ്ട്രീയം RSPക്കുള്ളിൽ വളർന്നു വരുന്നു. രണ്ടാമത്തെ കാര്യം, RSP എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പാർട്ടിക്കുള്ളിൽ വേറെ ഒരാൾക്ക് പോലും അവസരം കിട്ടുന്നില്ല. തന്നെയുമല്ല അവർക്ക് ഒരു ഈ പറയുന്ന ഒരു നിയമസഭാ സാമാജികത്വം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. UDF നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള സത്യാവസ്ഥ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവര് മിക്കവാറും ഇതിനകത്ത് ഇപ്പം നമുക്കറിയാവുന്ന പോലെ നിരവധി ആൾക്കാരുണ്ടായിരുന്നതാണ്. ശ്രീകണ്ഠൻ നായർ, TK ദിവാകരൻ, ബേബി ജോൺ, K പങ്കജാക്ഷൻ തുടങ്ങിയ ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് RSP എന്ന് പറഞ്ഞാൽ. അല്ല ചെറിയ പാർട്ടിയൊന്നും അല്ലായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു കുടുംബത്തിലോട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കും. കുടുംബ എന്ന് വെച്ചാൽ ഇപ്പം ഷിബു ബേബി ജോണും ഈ പറയുന്ന ഇയാളും തമ്മിലും NK പ്രേമചന്ദ്രനും തമ്മിൽ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഷിബു ബേബി ജോൺ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. കൊല്ലത്ത് UDF ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF കോൺഗ്രസ് ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് കടന്നു കയറിക്കൊണ്ട് കൊല്ലത്ത് തനിക്കൊരു നിയമസഭാ അംഗത്വം വേണം. അയാള് ലോക്സഭാ അംഗത്വം രാജിവെക്കാൻ തയ്യാറാ? പ്രയോജനമില്ല. ലോക്സഭയിൽ ഒരു MP ആയിരിക്കുന്നുണ്ട്, വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഇത്തവണ കൊല്ലത്ത് ഒരു സീറ്റ് ഉറപ്പിക്കണം, മകനെ ഇരവിപുരത്താക്കണം. അപ്പൊ കൊല്ലം എന്ന് പറയുന്ന ഒരു മേഖലയിലെ 3 സീറ്റുകൾ അല്ലെങ്കിൽ പുനലൂരിലേക്ക് പോകണം. അത് ലീഗിന് കൊടുക്കുന്ന സീറ്റാണ്. അപ്പൊ ഒന്നീ പുനലൂരിലേക്ക് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ കൊല്ലത്ത് മത്സരിക്കണം, ഇരവിപുരത്ത് മകന് സീറ്റ് കൊടുക്കുകയും വേണം. ഇതാണ് NK പ്രേമചന്ദ്രൻ ഉയർത്തുന്ന ആവശ്യം. അപ്പൊ അങ്ങനെ ഒരു തർക്കം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തന്നെ ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും തമ്മിൽ ഒരു തർക്കം നിലവിലുണ്ട്. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ അവര് തമ്മിലൊരു തർക്കം ഇപ്പൊ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോ മകനെ ഇരവിപുരത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി NK പ്രേമചന്ദ്രൻ തീരുമാനിക്കുന്നു. അപ്പൊ ഈ കാര്യം ഷിബു ബേബി ജോണിനെ അറിയിച്ചു. അപ്പൊ അവർക്ക് വലിയ പ്രശ്നമില്ല. അപ്പൊ മകൻ മത്സരിച്ചോട്ടെ. കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ച ഒരാളാണ്. അത്യാവശ്യം ബോധമുള്ള ഒരു കക്ഷിയാണ്. രണ്ടാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയ ഒരാളാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് പ്രാധാന്യം ആർക്കുണ്ട്? ഈ പറയുന്ന കാർത്തിക് പ്രേമചന്ദ്രനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർത്തിക് പ്രേമചന്ദ്രനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനം എടുക്കുന്നു. അപ്പൊ നിലവിലുള്ളവർക്ക് സ്വാരസ്യം ഉണ്ടാവുന്നു, അവർ പിളർപ്പിലേക്ക് പോകുന്നു. ഇതാണ് ഇനിയിപ്പോൾ RSPയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം UDFനോടൊപ്പം LDFനോടൊപ്പം നിൽക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണെന്ന് RSP. ഇന്ന് ഒരു വിലയുമില്ലാത്ത, ഇനിയിപ്പോൾ ചവറയിലെ അവസ്ഥ നോക്കൂ. ചവറയിലെ അവസ്ഥയിൽ എങ്ങനെ വിജയിക്കും? ചവറ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു സുജിത്ത് വിജയൻപിള്ള തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. വിജയൻപിള്ളയുടെ ഒരു കേന്ദ്രമായിരുന്നു ശരിക്കും ചവറ. വിജയൻപിള്ള തന്നെയാണ് അവിടുത്തെ വിജയൻപിള്ള എന്ന് പറയുന്ന ആൾ അവിടുത്തെ ശക്തനായ നേതാവാണ്. അപ്പൊ അവിടെ സുജിത്ത് വിജയൻപിള്ള വന്നു. കഴിഞ്ഞ തവണ പിന്നെ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുജിത്ത് വിജയൻപിള്ള മണ്ഡലം കീഴടക്കുകയും ചെയ്തു. ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഈ പറഞ്ഞ ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇനിയൊരു തിരിച്ചു മടക്കമില്ല ശശി എന്ന് പറയുന്ന പോലെ ഇനിയും ഈ പിന്നെ സുജിത്ത് വിജയൻപിള്ളയിൽ നിന്ന് ഈ RSPയിലേക്ക് ആ ഒരു സീറ്റ് പോകില്ല. തന്നെയുമല്ല RSPയിലുള്ള പലർക്കും ഷിബു ബേബി ജോണിന്റെയും ഈ NK പ്രേമചന്ദ്രന്റെയും ഒരു അപ്രമാദിത്യം ഉണ്ടല്ലോ, ഇവരാണ് കൊണ്ടു നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ആധിപത്യം. ആ ആധിപത്യത്തിന് എതിരെ നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും LDFനെ പിന്തുണയ്ക്കുള്ളൂ. RSP എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിലെ വോട്ടിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് വരുന്നത്. അവരൊരിക്കലും UDFനെ പിന്തുണയ്ക്കില്ല. മീൻസ് ഇപ്പം ഈ ഷിബു ബേബി ജോൺ അല്ലെങ്കിൽ പിന്നെ ഷിബുവിനോട് ഒരു എതിർപ്പുണ്ട്, NK പ്രേമചന്ദ്രനോട് എതിർപ്പുണ്ട്. ഇവര് കോൺഗ്രസിനല്ല വോട്ട് ചെയ്യുന്നത്. മീൻസ് അല്ലെങ്കിൽ BJPയിലേക്ക് അവരുടെ വോട്ട് പോകില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ട് എപ്പോഴും പോകുന്നത് CPMലേക്കായിരിക്കും അല്ലെങ്കിൽ LDFലേക്കായിരിക്കും പോകുന്നത്. കാരണം ഇവർ നേരത്തെ നിന്നതിൻ്റെ ഒരു ശീലമുണ്ട്.
RSP ഇപ്പൊ നേരത്തെ LDF-ന്റെ ഇതാണ് LDF എന്ന് പറയുന്ന മുന്നണി രൂപീകരിക്കുന്ന കാലം മുതൽ, അതായത് എനിക്കൊന്ന് 80-കൾ മുതൽ ഈ പറയുന്ന LDF-നോടൊപ്പം 2014 വരെ നിന്ന ഒരു ചരിത്രമുള്ള പാർട്ടി തന്നെയാണ് RSP എന്ന് പറഞ്ഞത്. വളരെയധികം പ്രാധാന്യം ഇടതുമുന്നണിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി. ആ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഏത് സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് ചെയ്യുക? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന LDF-ലേക്ക് തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത്. അത് LDF സ്ഥാനാർത്ഥിക്ക് നേട്ടമായി തന്നെ ആയി മാറും. ഈ സുജിത്ത് വിജയൻപിള്ളയ്ക്ക് അത് തന്നെയാ. ഈ ഷിബു ബേബി ജോണിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ, ഈ നമ്മുടെ പിന്നെ ചവറ മണ്ഡലത്തിൽ. അങ്ങനെയുള്ളവരെല്ലാം സ്വാഭാവികമായിട്ട് LDF വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് സുജിത്ത് വിജയൻപിള്ളയ്ക്ക് ഇനി ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യമില്ല. തന്നെയല്ല മണ്ഡല കാര്യത്തിന്റെ വികസന കാര്യങ്ങളിൽ വളരെ ശക്തമായി ഇടപെടലുകൾ നടത്താൻ സുജിത്ത് വിജയൻപിള്ളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനെ ഒരു മികച്ച ജനകീയനായ ഒരു MLA ആക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കൊല്ലത്ത് തമ്മിലടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുമുള്ള മുന്നോട്ടുള്ള യാത്ര, അതും UDF-നോടൊപ്പമുള്ള ഒരു യാത്ര വലിയ പ്രയാസകരമായിരിക്കും, സുഖകരമല്ല എന്നുള്ളതാണ് വാസ്തവം. കാർത്തിക് അവിടെ നിന്നാൽ ജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പറ്റം ആളുകൾ മിക്കവാറും പാർട്ടി വിഭജിക്കാനും മറ്റൊരു RSPയുടെ മറ്റൊരു ബ്രാക്കറ്റായി മാറാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.